ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ എല്ലാം നല്ലത് തന്നെയാണ്. നമ്മുടെ മക്കൾ നല്ല ഭൗതിക വിദ്യാസമ്പന്നരാകുക തന്നെ വേണം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയവരുണ്ട്, +2 ഫുൾ A+ വാങ്ങിയവരുണ്ട്. അത് കിട്ടാതെ പോലും നല്ല ഉന്നതമായ വിജയം നേടിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ ലക്ഷ്യസ്ഥാനം എത്തണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. അതോടുകൂടി ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മദ്രസ വിദ്യാഭ്യാസത്തെ മറന്നു പോകരുത്. ഒരിക്കലും പഠനങ്ങൾ അവസാനിക്കുന്നില്ല. പഠനങ്ങൾ മരണം വരെയും തുടരുകയാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പുതിയ അധ്യയന വർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. വീണ്ടും നമ്മുടെ മക്കൾ സ്കൂളിന്റെ മുറ്റത്തേക്ക് ഭൗതിക വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് 2 വാക്ക്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ കലാലയ മുറ്റത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ, അവർ വീട്ടിൽ വിട്ടിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞു വേണം നമ്മുടെ മക്കളെ സ്കൂളിലോട്ട് യാത്രയാക്കാൻ. അവർ പോയി സുരക്ഷിതരായി മടങ്ങി വരാൻ. അവർ സംരക്ഷണത്തോടെ, അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ, അള്ളാഹുവിന്റെ കരവലയത്തിന്റെ ഉള്ളിൽ നിന്ന് അവരാ വിദ്യ നുകരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രാർത്ഥന അനിവാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന, ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി വേണം നമ്മുടെ മക്കളെ യാത്രയാക്കാൻ. അവരെ പ്രാവുകയോ അവരെ ദേഷ്യപ്പെട്ട് ബുദ്ധിമുട്ടിച്ചൊന്നും സ്കൂളിലോട്ട് പറഞ്ഞു വിടരുത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ആരെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, അവർ പഠിപ്പിക്കുന്ന ക്ലാസ്, അധ്യാപകർ, അവരുമായിട്ട് നല്ല ബന്ധം മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം. അത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഒരു കാരണമാണ്. മാതാപിതാക്കൾ കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയാത്ത രക്ഷിതാക്കൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അവർ ഭൗതിക വിദ്യാഭ്യാസം നുകരാൻ പോകുമ്പോഴും ആത്മീയ വിദ്യ എന്ന അവരുടെ ദീനീ വിദ്യാഭ്യാസം ഒരിക്കലും തടസ്സമായി പോകരുത്. ഭൗതിക വിദ്യാഭ്യാസ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ മക്കൾ പോയി അവരുടെ വിഷയങ്ങൾ, സോഷ്യലും സയൻസും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ലാംഗ്വേജ് ഒക്കെ അവർ പഠിക്കുമ്പോൾ പോലും ആത്മീയ വിദ്യ എന്ന അവരുടെ മതപരമായ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കരുത്. കാരണം ഭൗതിക വിദ്യ എന്ന അവരുടെ ഭൗതികമായ ലോകത്തിന്റെ വിജയത്തിനു വേണ്ടിയിട്ട് അവർ പഠിക്കുമ്പോഴും ആത്മീയ വിദ്യ എന്ന നല്ല പാഠങ്ങളെ, ആത്മീയ പാഠങ്ങളെ, മാതാപിതാക്കളുള്ള കടമകൾ എന്ത്, മുതിർന്നവരുള്ള കടമകൾ എന്ത്, ഒരു മതത്തിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്, ഇതൊക്കെ പഠിക്കുന്നത് തീർച്ചയായിട്ടും ആത്മീയ കലാലയങ്ങളിൽ നിന്നാണ്. അവിടെ വിടാൻ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം ഒരു തടസ്സമാകാത്ത നിലയിൽ വേണം മാതാപിതാക്കൾ ക്രമീകരിക്കാൻ. മക്കൾ പഠിക്കുമ്പോഴും, മക്കൾ നടക്കുമ്പോഴും, മക്കൾ കൂടെ ഉണ്ടാകുമ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധാബദ്ധരാകണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകളും ഒക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. വീടുകളിൽ അവർ കടന്നു വന്നാൽ നല്ല സന്തോഷത്തോടെ വരവേറ്റ് അവർക്ക് പഠിക്കാനുള്ള സമാധാന അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കണം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അടിയും വഴക്കുകളും കുടുംബകലഹങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഊന്നി പറയാനുള്ളത്, മഹാനായ തഴവാ ഉസ്താദ് പാടിയതുപോലെ, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ എല്ലാം നല്ലത് തന്നെയാണ്. നമ്മുടെ മക്കൾ നല്ല ഭൗതിക വിദ്യാസമ്പന്നരാകുക തന്നെ വേണം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയവരുണ്ട്, +2 ഫുൾ A+ വാങ്ങിയവരുണ്ട്. അത് കിട്ടാതെ പോലും നല്ല ഉന്നതമായ വിജയം നേടിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ ലക്ഷ്യസ്ഥാനം എത്തണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. അതോടുകൂടി ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മദ്രസ വിദ്യാഭ്യാസത്തെ മറന്നു പോകരുത്. ഒരിക്കലും പഠനങ്ങൾ അവസാനിക്കുന്നില്ല. പഠനങ്ങൾ മരണം വരെയും തുടരുകയാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. പഠനത്തിന്റെ മികവിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് നല്ല മര്യാദയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട്, അധ്യാപകരോട്, ഉസ്താദുമാരോടൊക്കെയും നല്ല പെരുമാറ്റം, നല്ല അദബുണ്ടാകണം. വർത്തമാന കാലഘട്ട കലുഷിത അന്തരീക്ഷത്തിൽ അദബെന്ന 3 അക്ഷരം, മര്യാദ എന്ന ഈ വാക്ക് മറന്നുപോയിരിക്കുകയാണ് മക്കൾ. അധ്യാപകരോടോ മാതാപിതാക്കളോടോ മുതിർന്നവരോടോ ഒരു മര്യാദയുമില്ലാത്തൊരു തലമുറ കടന്നു വരികയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ഇടയിൽ കലാലയങ്ങൾ കൊലപാതകം ചെയ്യപ്പെട്ട മക്കളുടെ കണക്കുകൾ, അടിപിടിയുണ്ടായ കണക്കുകൾ, രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, ഇതെല്ലാം നമ്മുടെ മക്കളെയൊക്കെ
നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, ചുറ്റുമുള്ള സമൂഹമേ, നമ്മുടെ മക്കളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. സ്കൂളിൽ പോകുന്നതും മദ്രസയിൽ പോകുന്നതും തിരിച്ച് ദുസ്വഭാവികളായിട്ട് മടങ്ങി വരാൻ വേണ്ടിയല്ല, സൽസ്വഭാവികളായി, നല്ല മര്യാദയുള്ളവരായി, നല്ല സമൂഹത്തിലും നല്ല ഉന്നതിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കൊക്കെ നല്ല ഗുണമുള്ളൊരു മക്കളാകാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യാസമ്പന്നരാകാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലും കലാലയങ്ങളിലൊക്കെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നല്ല ഉപകാരമുള്ള നല്ല മക്കളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.